ഹായ് അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു ബീഫ് സമൂസ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിൻസ് ചെയ്ത ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇതിൽ നമുക്കിതൊക്കെ കൂടി ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇതൊരു 1/4 കിലോ ബീഫാണ് കേട്ടോ ഞാൻ മിൻസ് ചെയ്തത്. നമുക്കിങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിക്കാം കേട്ടോ. ഓയിൽ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഞാൻ ഇതിൻ്റെ കൂടെ മുളകും വേപ്പിലയും കൂടി നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്പെഷ്യലായിട്ട് വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് ബീഫ് ടാലോ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയും, നമുക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ച ഓണിയനും കൂടി ചേർക്കണേ. നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണേ. ഓണിയന് ലൈറ്റ് ബ്രൗൺ ആവണ വരെ. നമുക്ക് ഇതിൻ്റെ നടുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പും മഞ്ഞളും മുളകൊക്കെ കൂടി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി, അപ്പോൾ ആ പച്ചമണം ഒന്ന് മാറും. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് ഉപ്പിട്ടോ. ബീഫിന് ഉപ്പില്ല, നമ്മളത് നേരെ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ഇടാൻ പോവുകയാണേ. മിക്സ് ചെയ്യണേ. നമ്മളിത് മിക്സ് ചെയ്ത ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യണ്ട. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമുക്കിതുണ്ടല്ലോ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യേ. ബീഫല്ലേ, അപ്പോൾ 10 മിനിറ്റ് കൊണ്ടാവും കേട്ടോ, മിക്സ് ചെയ്തതല്ലേ. നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചോണ്ട് നന്നായി കുക്കായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇത് വറ്റിച്ചെടുക്കാം, ഡ്രൈ ആക്കിയെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ സമൂസ ഫോൾഡ് ചെയ്യണ സമയത്ത് ആ കോർണറിൽ കൂടെ ഇത് ഇറങ്ങി വരും. ഇതിൻ്റെ വെള്ളവും ആ ജ്യൂസ് പോലെ ഇരിക്കുന്നത് ഇറങ്ങി വരും. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറി ഇതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ഞാൻ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മളത് ഫോൾഡ് ചെയ്യണ സമയത്ത്, സമൂസ ഫോൾഡ് ചെയ്യണ സമയത്ത് അതിൻ്റെ കോർണറിൽ കൂടെ ഈ വെള്ളം ഇറങ്ങും ബീഫിൻ്റെ. അപ്പം നന്നായിട്ട് നമുക്കത് ഡ്രൈ ചെയ്തെടുക്കേ. സൂക്ഷിച്ച് ചെയ്യണേ, കത്തിപ്പോവരുത്. ഇത് നമ്മുടെ മസാല നന്നായിട്ട് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ. അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ സമയത്ത് കൊറിയാണ്ടർ ലീവ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ല ഇപ്പോൾ, അതാണ് ഞാൻ ആഡ് ചെയ്യാത്ത. ഹായ്, അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? ലീഫ് എടുക്കുക, ജസ്റ്റ് കോൺ പോലെ മടക്കുക. കണ്ടോ, 2 സ്പൂൺ എടുത്ത് സ്റ്റഫ് ചെയ്യുക. 2 സ്പൂൺ സ്റ്റഫ് ചെയ്യുക. മടക്കുക. ബാക്കിയുള്ള അറ്റയില്ലേ അത് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വയ്ക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് വെള്ളം വെച്ചിട്ട് കേട്ടോ, വെള്ളം വെച്ചിട്ട് ഇങ്ങനെ പയ്യെ ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സമൂസ. അങ്ങനെ ബാക്കിയുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേ. ഞാനിങ്ങനെ മടക്കി അതിൻ്റെ ഈ തുറന്നിരിക്കുന്ന വശത്തേക്കില്ലേ നമ്മുടെ ഈ ബാക്കി എഡ്ജ് ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം. അല്ലെങ്കിൽ ബാലൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടോ അതിൻ്റെ മുകളിൽ കൂടെ വെച്ച് ഫോൾഡ് ചെയ്യുക. ജസ്റ്റ് വെള്ളം, ഞാൻ മൈദയൊന്നും യൂസ് ചെയ്യാറില്ല, ഞാൻ ജസ്റ്റ് വെള്ളം വെച്ചിട്ടാണ് ഇങ്ങനെ പയ്യെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് 1/4 കിലോ ബീഫ് വെച്ചിട്ട് ഞാൻ 1 2 3 4 5 6 7 8 9 10 സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി ഷീറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ.
പിന്നെ നമ്മൾ ഉണ്ടാക്കണേക്കായും ഒരു 15 മിനിറ്റ് മുമ്പ് പുറത്തിറക്കി വെച്ചാൽ മതി, ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി, അപ്പോൾ ഒട്ടും ചീത്തയാവില്ല. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കണേക്കായും മുമ്പ് അരമണിക്കൂർ മുമ്പ് പുറത്തിറക്കി വെച്ചാൽ മതി. അപ്പോൾ സെറ്റാവും, ഇത് വിട്ട് കിട്ടും, സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ആവശ്യം കഴിയുമ്പോൾ തിരിച്ചിതുപോലെ തന്നെ വെച്ചാൽ മതി. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ സമൂസ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്നാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മീഡിയത്തിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. കാരണം ഈ ലീഫ് ഓൾറെഡി കുക്ക്ഡായിട്ട് വന്ന ലീഫാണ്. അപ്പോൾ ഇത് പെട്ടെന്നാവും. അപ്പം മീഡിയത്തിലിട്ട് വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നന്നായി കുക്കായിട്ടുണ്ട്. ഇനി സമൂസാസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ ബീഫ് സമൂസാസ് ഇൻഷാ അല്ലാഹ് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിച്ച് നോക്കണം, എങ്ങനെയുണ്ടെന്ന് അറിയാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.